വെറും 4500 രൂപക്ക് ഒരു ഗുജറാത്ത് മൊത്തം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. വെറും ഈ പറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഗുജറാത്ത് 3 ഡിസ്ട്രിക്റ്റോളം കവർ ചെയ്ത് എന്റെ ഏകദേശം കണ്ടുപോയ എല്ലാ എക്സ്പെൻസ് കൂട്ടിയിട്ട് തന്നിട്ടുള്ള ഒരു വീഡിയോ കേട്ടാ. കയ്യിൽ വെറും 4500 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുജറാത്ത് ഏകദേശം 3 ഡിസ്ട്രിക്റ്റോളം കാണട്ടെ. ഏകദേശം നല്ല ബഡ്ജറ്റ് ചുരുക്കിയ ഒരു ട്രാവലിന് അതിന്റെ ഒരു കംപ്ലീറ്റ് പോയ ലിസ്റ്റും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ വരും. നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ആദ്യം തന്നെ വീഡിയോയിൽ കിടക്കുമ്പോൾ ഗുജറാത്ത് നിങ്ങൾ എവിടെ പോകണം, ഏത് ട്രെയിൻ ചൂസ് ചെയ്യണം, എവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ ഉള്ള കംപ്ലീറ്റ് വീഡിയോന്റെ വ്ളോഗ് സീരീസ് കാര്യങ്ങളൊക്കെ നമ്മളെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഞാൻ കാർഡ്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ വീഡിയോന്റെ എക്സ്പെൻസിൽ കാര്യം കിടക്കുമ്പോൾ ആദ്യം തന്നെ ട്രാൻസ്പോർട്ടേഷൻ വരും. നമ്മൾ ട്രെയിൻ ഏകദേശം കോസ്റ്റ് ആയത് 1447 കേട്ടോ. ഞാൻ 2 വട്ടം റിട്ടേണും പോയതെല്ലാം ജനറൽ ടിക്കറ്റ് എടുത്തിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഞാൻ ഡ്യൂറേഷൻ കുറച്ച് രാത്രി കാലങ്ങളിലും ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റേയും കാര്യങ്ങളും ട്രെയിനിന്റെ വലിയ പൈസ ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം ട്രെയിനിന് 1447 രൂപയോളം വന്നിട്ടുണ്ട്. ഇനി അതല്ല തന്നെ ഗുജറാത്തിൽ ഓരോ ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ ടിക്കറ്റ് ഫെയർ എത്ര വരുന്നതെന്ന് ചോദിച്ചാൽ ഏകദേശം പാലസിൽ തന്നെ നല്ല രീതിയിൽ റേറ്റ് ഉണ്ട്. 250 ആണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ റേറ്റ്. ഏകദേശം ഒന്നും നോർമൽ പ്രൈസ് അല്ല, ഏകദേശം 100-200 എന്ന ആ ഒരു ബിറ്റ്വീനിലാണ് ഓരോ ടിക്കറ്റ് ഫെയർ വരുന്നത്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ബഡ്ജറ്റിൽ 4500 ഞാൻ പോയ സ്ഥലത്തുള്ള എല്ലാ ടിക്കറ്റ് ഫെയറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഏതൊക്കെ സ്ഥലത്ത് പോകണം അതിനനുസരിച്ചൊരു പൈസ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അറിവിൽ ഏകദേശം ടിക്കറ്റിന് അടക്കം തന്നെ ഒരു 500-600 രൂപയോളം ചിലവായിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലത്ത് കാണാൻ പോകാനും. ഇനി ചില സ്ഥലത്തൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ അത് നിങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് പോകും. ഇനി അടുത്ത സ്റ്റേന്റെ കാര്യത്തിലോട്ടേക്ക് വരുമ്പോൾ അതാണല്ലോ മെയിൻ ഫാക്ടർ. നമുക്ക് എവിടെ സ്റ്റേ ചെയ്യണം, എന്ത് സ്റ്റേ ചെയ്യണം എന്ന കാലക്കും എനിക്ക് ഏകദേശം സ്റ്റേന് പൈസ ഓൾറെഡി ടോട്ടൽ വന്നത് 2400 രൂപയാണ് കേട്ടോ. ഏകദേശം 1500 ഏകദേശം 2 ദിവസം വഡോദരയിൽ നിന്നിന്, അതുപോലെ തന്നെ 1200 അഹമ്മദാബാദിൽ നിന്നിന്. വെറും ഒരു ദിവസത്തെ റൂമിന് ഞാൻ 600 രൂപ അത്രയും ചീപ്പ് ബഡ്ജറ്റ് റൂമിലായിരുന്നു സ്റ്റേ ചെയ്ത്. അതും ഏകദേശം വഡോദരയിൽ സ്റ്റേ ചെയ്ത റൂം എനിക്ക് അത്രക്കും കംഫർട്ടബിൾ ലക്ഷറി ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു ബഡ്ജറ്റ് കേട്ടോ. സോ കംപ്ലീറ്റ്ലി എനിക്ക് റൂമിന് ഓൾറെഡി പൈസ പോയത് 2400 രൂപ ആവും കംപ്ലീറ്റ്ലി. ബാക്കിയുള്ള 2 ദിവസങ്ങളിലൊക്കെ ഏകദേശം റെയിൽവേ ഹാളിൽ നമ്മുടെ വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നിട്ടാണ് 200 രൂപക്ക് കൊടുത്ത് AC വെയിറ്റിംഗ് ഹാളിൽ ഏകദേശം 24 മണിക്കൂറോളം നിന്നിട്ട് ഞാൻ സ്റ്റേ ചെയ്തു കേട്ടോ. അപ്പോൾ ഏകദേശം ബഡ്ജറ്റ് ചുരുക്കിയിട്ട് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ചീപ്പ് ബഡ്ജറ്റ് റൂംസ് കിട്ടുന്ന 600 രൂപക്കൊക്കെ റൂംസിലും സ്റ്റേ ചെയ്ത് ഏകദേശം 2400 രൂപ 4 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാൻ കിട്ടിയിട്ട് ഞാൻ ഓൾറെഡി ടോട്ടൽ ഒരാഴ്ചയോളം ഗുജറാത്തിൽ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ AC വെയിറ്റിംഗ് ഹാളിലായിരുന്നു ഞാൻ സമയം ചെലവഴിച്ചോട്ടോ. ഇനി ഫുഡിന്റെ കാര്യത്തിലോട്ടേക്ക് വരുമ്പോൾ അതാണല്ലോ മെയിൻ ഫാക്ടർ. എന്റെ രുചി പോലെയല്ല നിങ്ങളുടെ രുചി. കാരണം നിങ്ങളത് എന്റെതും കംപ്ലീറ്റ്ലി വ്യത്യാസം. ഞാൻ എന്ത് കഴിക്കുന്നത് എത്രത്തോളം കഴിക്കുന്നത് അതുപോലെ ഒന്നും ആയിരിക്കില്ല നിങ്ങളത്. അപ്പോൾ അത് നിങ്ങളനുസരിച്ച് നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ പൈസ നോക്കിയിട്ട് പോകട്ടോ. എനിക്ക് ഏകദേശം ഫുഡ് എക്സ്പെൻസ് ആയത് 3300 രൂപയാണ്. കാരണം അതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തത് ഡ്രിങ്ക്സിനാണ് എന്റെ പൈസ കൂടുതലും പോയിരിക്കുന്നത്. കാരണം ഗുജറാത്ത് നല്ല ചൂടുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ദാഹത്തിന് വേണ്ടിയിട്ട് അത്രയും വെള്ളം നല്ലോണം തേടി ഓടി പല സാധനങ്ങളും വാങ്ങിച്ച് കഴിച്ച് കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഫുഡ് കഴിക്കുന്നതിനാൽ കൂടുതൽ എനിക്ക് പൈസ പോയത് വെള്ളത്തിനാണ്. അപ്പോൾ അത് നിങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഫുഡ് എത്രത്തോളം പോകുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ചുരുക്കിയോ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ എടുത്തിട്ടാണെങ്കിൽ അതിനനുസരിച്ച് ഫുഡിന് നിങ്ങൾ ചിലവാക്കുക. അത് നിങ്ങൾ ഇഷ്ടം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം വരുമ്പോൾ ഞാൻ കൂടുതലും ചൂസ് ചെയ്ത് ഊബറാണ്. എനിക്ക് ഊബറിലും ഫുഡിലാണ് ഏകദേശം നല്ലോണം കോസ്റ്റ് പോയത് ഗുജറാത്ത് ട്രിപ്പിൽ. ഊബറിൽ ഏകദേശം എനിക്ക് 1400 രൂപയോളം പോയിട്ടുണ്ട്. ഓരോ സ്ഥലത്തു നിന്ന് 20-30 രൂപ 40 രൂപ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്തൊക്കെ ഏകദേശം ഈ ഒരു റേഞ്ചാണ് പോയത്. അപ്പോൾ ടോട്ടൽ ഞാൻ കൂട്ടിയപ്പോൾ ഏകദേശം എനിക്ക് 1400 രൂപയോളം അടുത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഊബറിന്. അപ്പോൾ ഊബറിനും പൈസയും അതുപോലെ തന്നെ ഫുഡിന്റെ പൈസയും നിങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. എൻ്റെ ഈ ബഡ്ജറ്റിൽ ഞാൻ കൂട്ടിയില്ല. പക്ഷെ 4500 നിങ്ങൾക്ക് ഏകദേശം ട്രെയിന് അതുപോലെ തന്നെ റൂംസ് പിന്നെ അവിടുത്തെ ഓരോ ടിക്കറ്റിന്റെ കാര്യങ്ങളും പിന്നെ ചില വെയിറ്റിംഗ് ഹാളും അവിടെ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്ത് ബഡ്ജറ്റ് മാക്സ് ചുരുക്കി കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് 4500 ഒരു ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡും ഊബർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷനിലാക്കി വരാം. പക്ഷേ ട്രെയിനും പാലസും അതുപോലെ തന്നെ ബാക്കി എല്ലാ റൂംസിന്റെ കാര്യങ്ങളും കൂട്ടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് 4500 രൂപയോളം ഗുജറാത്ത് ഏകദേശം മൊത്തം കണ്ടിട്ട് വരാനുള്ള ഫുൾ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം ഒന്നും കൊണ്ട് നഷ്ടമല്ല. വെറും 4500 രൂപയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 3 ജില്ലകൾ ഗുജറാത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം അതിൽ ട്രെയിൻ ടിക്കറ്റും പിന്നെ ഓരോ ഫോർട്ടും പാലസും അതിന്റെ ടിക്കറ്റും പിന്നെ ഏകദേശം ബഡ്ജറ്റ് ചുരുക്കിയിട്ടുള്ള നമ്മളെ റൂംസ് 600 രൂപക്കൊക്കെ സ്റ്റേജ് അടിക്കുന്ന നല്ല അടിപൊളി റൂംസും കൂടി കൂട്ടി നോക്കുമ്പോൾ വെറും 4500 തന്നെ നമുക്ക് ഈ കംപ്ലീറ്റ് ലിസ്റ്റ് അടിച്ചിട്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്തിട്ട് വരാൻ പറ്റുന്നത്. ഗുജറാത്ത് സിമ്പിൾ ആയിട്ട് കണ്ടിട്ട് വരാൻ പറ്റുന്ന വലിയ സീനൊന്നും നല്ല അടിപൊളി സ്ഥലം തന്നെ. നല്ല ചൂട് വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ എത്തിയാൽ മാക്സിമം ബഡ്ജറ്റ് ചുരുക്കി നിങ്ങൾക്ക് ട്രാവൽ ആയിട്ട് ചെയ്യാൻ നോക്കാം. അതുപോലെ ഫുഡും പിന്നെ ബാക്കി ട്രാൻസ്പോർട്ടേഷനൊക്കെ നിങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ട്രാവൽ വരാം. അപ്പോൾ ഏകദേശം ഒരു ബഡ്ജറ്റ് അപ്രോക്സിമേറ്റ്ലി നിങ്ങളൊരു 10,000 ഇടാൻ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നല്ല അടിപൊളി ട്രിപ്പ് തന്നെ ഗുജറാത്ത് കണ്ടിട്ട് വരാൻ പറ്റും. ആസ് എ സോളോ ട്രാവലർ ഞാൻ പറയുന്നതാണ്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഗുജറാത്ത് പോകാൻ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ പേജ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. നമ്മുടെ അടുത്ത നേപ്പാളിലെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും ട്രാവൽ ചെയ്ത് വരുന്നതാണ്. സോ എന്തായാലും എല്ലാവരും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് ബൈ ഫ്രം ഡിഗി മച്ചാൻ.